ദിവ്യ മോഡലാണ്, ആർജെ ആണ്, പിന്നെ ആങ്കർ ആണ്, പിന്നെ വേറെ എന്തെല്ലാം ആണല്ലോ, പിന്നെ യൂട്യൂബർ ആണ്. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ശരിക്കും നമ്മൾ എന്താകണം എന്നായിട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു അവതരണത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് പിന്നെ അഭിനയിക്കുക, ആക്ടർ കൂടിയാണ്? സത്യം പറഞ്ഞാല് ഞാൻ ഇതൊന്നും ലൈഫിൽ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനമേ അല്ല. എന്റെ സൗണ്ട് കൊണ്ട് ജീവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളും അല്ല. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അതായിരിക്കും ഞാൻ അങ്ങോട്ട് ആ വഴി അങ്ങ് പോകുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ കണ്ണൂർ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഇഞ്ചക്ഷൻ വയ്ക്കാനാണ് എനിക്ക് ഇഷ്ടം, എന്നെ തിരിച്ചു വെക്കാൻ എനിക്ക് പേടിയാണ്. അപ്പം ACVയിലാണ് ഞാൻ ഫസ്റ്റ് ആങ്കറായിട്ട് വരുന്നത്. ACV ചാനലിൽ ചെയ്തു. പിന്നെ ചാനലിൽ തന്നെയാണ് കുറേ നാള് നവീൻ ചേട്ടൻ്റെ കൂടെയും ചാനലിൽ ചെയ്തു. പിന്നെ ചാനലിൽ നിന്നാണ് പിന്നെ റേഡിയോയിലേക്ക് പോകുന്നത്. റേഡിയോ നിന്നാണ് ഞാൻ വീണ്ടും TV ചാനലിലേക്ക് ഏകദേശം എല്ലാ ചാനലും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ സ്റ്റേജിലേക്ക് വരുന്നത്. ഏറ്റവും ലാസ്റ്റാണ് സ്റ്റേജ് ഷോസ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സമാധാനം കിട്ടുന്ന, കാരണം എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആങ്കറിങ്. സ്റ്റേജ് ഷോ ആണെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്നതും കുറേ ആൾക്കാർ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ ലെജൻസിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു ലൈഫിലെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഓണം സമയമാകുമ്പോഴാണ് നമ്മൾ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓണത്തിന് സ്വന്തമായിട്ട് നമ്മൾ തന്നെ പരസ്പരം നമ്മൾ ആരും ഇന്റർവ്യൂ വേണ്ടിയിട്ട് വിളിക്കാറില്ലല്ലോ ഓണത്തിന്.